സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ഫെബ്രുവരി 2-ന് വീണ്ടും പരിഗണിക്കും. വധശിക്ഷ റദ്ദാക്കിയതോടെ മോചനം കാത്തിരിക്കുന്ന റഹീമിന്റെ കേസ് പുതിയ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. സൗദി ബാലൻ അനസ് അൽ ഷഹരി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് ഫറോക്ക് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. വധശിക്ഷ റദ്ദാക്കിയ റഹീമിന്റെ കേസ് ഇന്നലെ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. ഫെബ്രുവരി 2-നായിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക. കേസ് ഇനി പരിഗണിക്കുക പുതിയ ബെഞ്ചായിരിക്കും. കൊലപാതക കേസായതിനാൽ സാധാരണ നടക്കാറുള്ള വിശദ പരിശോധനകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 18 വർഷം മുൻപ് നടന്ന സംഭവമായതിനാൽ അന്ന് തൊട്ടുള്ള ഫയലുകളുടെ പരിശോധനയും പഠനവും അനിവാര്യമാണ്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് പൂർത്തിയായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രകാരം സൗദി കുടുംബത്തിന് 15 മില്യൺ റിയാൽ കൈമാറിയതും വധശിക്ഷ റദ്ദ് ചെയ്തതും. കൊലപാതക കുറ്റമായതിനാൽ കേസ് സ്വകാര്യ അവകാശത്തിന് പുറമെ പൊതു അവകാശത്തിൻ്റെത് കൂടി പരിധിയിൽ വരും. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് പൊതു അവകാശവുമായി ബന്ധപ്പെട്ട വാദം തുടങ്ങിയത്. മെഡിക്കൽ റിപ്പോർട്ട്, സംഭവം നടന്ന സാഹചര്യങ്ങൾ എന്നിവയെല്ലാം വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ശേഷം മാത്രമേ അന്തിമ വിധിയുണ്ടാകൂ. റഹീമിന് വേണ്ടി അഭിഭാഷകരായ റന അൽ ദഹ്ബാൻ, ഉസാമ അൽ അംബർ, എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കക്കഞ്ചേരി, റഹീമിന്റെ അറ്റോർണി സിദ്ദിഖ് തുവൂർ തുടങ്ങിയവരായിരിക്കും സിറ്റിംഗിനായി ഓൺലൈനായി ഹാജരാവുക. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.